ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. എല്ലാവർക്കും കൂടി പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചിന്നു ഇവിടെ നിൽക്കട്ടെ. ആ ചന്ദ്രലേഖേ, ഈ യാത്രയുടെ കാര്യം ഇവിടെയുള്ള പുറത്തെ ജോലിക്കാരോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. അപ്പൊ നീ ഈ കൺവട്ടത്ത് തന്നെ ഉണ്ടല്ലേ? ആ, ഇപ്പൊ മനസ്സിലായി. തള്ളേ മോളെ സംരക്ഷിക്കുന്നത് നീ തന്നെയാണ്. നിന്നെ ഞാൻ പൊക്കോടി. ചേട്ടാ, ചേട്ടന് പുലിപ്പാറ എന്നൊരു സ്ഥലം അറിയോ? ഞാൻ കേട്ടിട്ടേ ഉള്ളൂ. എന്താ കാര്യം? അവിടെ ഒരു ദേവീക്ഷേത്രമുണ്ട്. വരുന്ന വെള്ളിയാഴ്ച അവിടെ വരെ ഒന്ന് പോണം. മാസത്തിലെ 2ാം വെള്ളിയാഴ്ച വിശേഷാൽ ദേവീപൂജ ചെയ്താൽ അത് നല്ലതാണെന്ന് എല്ലാവരും പറയുന്നത്. ഒരു തീർത്ഥാടനം പോലെ നമുക്ക് എല്ലാവർക്കും കൂടി പോവാന്നാണ് ഞാൻ കരുതുന്നത്. അത് കുറെ ദൂരെയല്ലേ രമേ? വരണമെന്നുണ്ട്, പക്ഷേ അത്രയും ദൂരം കാറിലിരിക്കാൻ എനിക്ക് പറ്റില്ല. അതുകൊണ്ട് ഞാൻ വരുന്നില്ല. അങ്ങനെയാണെങ്കിൽ അമ്മ വരണ്ട. എന്തായാലും ഇവിടുന്ന് 2 വണ്ടി പോണം. അപ്പോ ബാക്കിയുള്ള എല്ലാവരും കൂടി വരട്ടെ. എല്ലാരും എന്ന് പറഞ്ഞാ ആരൊക്കെയാ അമ്മേ? ഈ വീട്ടിലെ എല്ലാവരും, പിന്നെ ഈ വീടിന്റെ അകത്തും പുറത്തും ജോലി ചെയ്യുന്നവരും. ആ, അമ്മ വരാത്തതുകൊണ്ട് ചിന്നു ഇവിടെ നിൽക്കട്ടെ. എനിക്കെന്തിനാ കൂട്ട്? ആ കുട്ടിയും കൂടി വരുന്നെങ്കിൽ വരട്ടെ. അവളുടെ അമ്മയെ കൊണ്ടുപോകുന്നുണ്ടല്ലോ. മാത്രമല്ല ഇവിടുത്തെ പുറംപണിക്കാരൂടെ ഉള്ളതുകൊണ്ട് കാറില് സ്ഥലം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും കൂടി പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചിന്നു ഇവിടെ നിൽക്കട്ടെ. ആ ചന്ദ്രലേഖേ, ഈ യാത്രയുടെ കാര്യം ഇവിടെയുള്ള പുറത്തെ ജോലിക്കാരോട് കൂടി ഒന്ന് പറഞ്ഞേക്ക്. വരുമ്പോ അർദ്ധരാത്രി ആകത്തില്ലേ?
അതുകൊണ്ട് ഞാൻ വരുന്നില്ല. ഞാൻ വന്നാ വീട്ടിൽ അവളും കൊച്ചും തനിച്ചാവും. അതാ. എന്റെ കാര്യവും ബുദ്ധിമുട്ടാവും. എന്റെ ഭാര്യയ്ക്ക് ഇപ്പൊ 7-ാം മാസമാണ്. ഞാൻ അടുത്തില്ല, ഒന്നും നടക്കില്ല. നിങ്ങൾ ഇതൊക്കെ എന്നോട് പറഞ്ഞാ മാഡം തീരുമാനിച്ച് ഇങ്ങോട്ട് പറഞ്ഞതാ. എങ്ങനെയാ പറ്റില്ല എന്ന് പറയുന്നേ? ചന്ദ്രലേഖ ചേച്ചി എങ്ങനെയും ഞങ്ങളെ ഒന്ന് ഒഴിവാക്കി തരണം. മഹിസാറിനോട് പറഞ്ഞാൽ ചിലപ്പോൾ നടക്കും. എന്താ ഒരു ചർച്ച? എന്റെ പേരൊക്കെ പറയുന്ന കേട്ടു. അത് അമ്പലത്തിലെ പൂജയ്ക്ക് ഇവർക്ക് വരാൻ പറ്റില്ലെന്നാ ഇവര് പറയുന്നത്. ദൂരെ ആയതുകൊണ്ട് അസൗകര്യം ഉണ്ടെന്ന്. അതെങ്ങനെ ശരിയാവും? അമ്മ തീരുമാനിച്ചൊരു കാര്യം പറ്റില്ലെന്ന് പറഞ്ഞാ അറിയാലോ. മഹിസാറ് മേഡത്തിനോടൊന്ന് സംസാരിക്കണം. എന്തെങ്കിലും നിവൃത്തി ഉണ്ടായിരുന്നേ ഞങ്ങൾ വന്നേനെ. നോ രക്ഷ. ദേ ഇതും പറഞ്ഞ് ഞാൻ അങ്ങോട്ട് ചെന്നാലേ എന്നെ അമ്മ പറപ്പിക്കും. നിങ്ങൾ തന്നെ എന്ന് പറയേ. ഈ പാവത്തിന് വിട്ടേക്ക്. ഇവിടുത്തെ പുറംപണിക്കാരും കൂടി ഉള്ളതുകൊണ്ട് കാറില് സ്ഥലം ഉണ്ടാവണമെന്നില്ല. എല്ലാവർക്കും കൂടി പോകാനുള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് ചിന്നു ഇവിടെ നിൽക്കട്ടെ. അതെ, ശരിക്കും നിങ്ങൾക്ക് വരാനുള്ള ബുദ്ധിമുട്ടുണ്ടോ? ബുദ്ധിമുട്ടുണ്ടായിരുന്നു. ഇനിയിപ്പോ മേഡത്തിന് ഇഷ്ടമായില്ലെങ്കിലോ? അതുകൊണ്ട് ഞങ്ങൾ വരാം. എന്തിന്? അങ്ങനെ ബുദ്ധിമുട്ടി നിങ്ങൾ വരേണ്ട കാര്യമൊന്നുമില്ല. അത് സാരമില്ല, ഞങ്ങൾ വരാൻ തീരുമാനിച്ചു കഴിഞ്ഞു. അങ്ങനെ തോന്നുമ്പോ തീരുമാനം മാറ്റി എങ്ങനെ ശരിയാവുന്നേ? തൊട്ടുമുമ്പല്ല അസൗകര്യം ഉണ്ടെന്ന് പറഞ്ഞത്. ഒരു തവണ വരുന്നില്ലെന്ന് പറയുക, പിന്നീട് അത് മാറ്റി പറയുക. നിങ്ങളുടെ ആവശ്യങ്ങളൊക്കെ മാറ്റിവെച്ച് വിഷമിച്ച് നിങ്ങൾ വരേണ്ട ഒരു കാര്യമില്ല. ദേ പൂജയ്ക്കാ പോകുന്നത്, അതിന്റെ ഫലം കുറയും. അതുകൊണ്ടേ നിങ്ങൾ വരണ്ട. വന്നാലും കൊണ്ടുപോകുകയില്ല. അപ്പൊ മേഡത്തിനോട് ഇതാര് പറയും? എന്റെ അമ്മയല്ലേ, ഞാൻ പറഞ്ഞ കേട്ടോളൂ. ചെല്ല്, പോയി അവരവരുടെ കാര്യങ്ങളൊക്കെ നടത്ത്. വലിയ ഉപകാരമായി. ആയിക്കോട്ടെ, വരട്ടെ. ചെല്ല്. ഓ ശരിയെന്നാ. ചെല്ലേട്ടാ. ഞാൻ വെറുതെ ഒന്ന് വരട്ടിയതാ. എങ്ങനെയുണ്ടായിരുന്നു? അതൊക്കെ നന്നായിരുന്നു. അല്ല, എന്തിനാ അവര് വരണ്ടാന്ന് പറഞ്ഞത്? മറ്റേ സാധനത്തിനെ കൊണ്ടുപോവാൻ. ചന്ദ്രാമിക്ക് മനസ്സിലായില്ലേ? ഇവരൊക്കെ ഉള്ളതുകൊണ്ടല്ലേ ചിന്നുന് വരാൻ പറ്റാത്തത്. ഇപ്പൊ സീറ്റ് ഫ്രീ ആയ സ്ഥിതിക്ക് കാറിൽ അയാളെയും കൊണ്ടുപോവാലോ. അയാളും കൂടെ ഉണ്ടെങ്കിലേ എന്തെങ്കിലും ചൊറിഞ്ഞും മാന്തിയൊക്കെ സമയം പോക്കോളൂ. അതൊക്കെ ശരിയാ. പക്ഷേ ഈ കാര്യം ഇനി മാഡത്തിനോട് ആര് പറയും? അതാണൊരു പ്രശ്നം.